പ്രകൃതി കനിഞ്ഞരുളിയ മനോഹാരിത തന്നെയാണ് കാശ്മീരിൻ്റെ ഏറ്റവും പ്രധാന വിഭവം. ആ പ്രകൃതിയുടെ കുളിരിൽ മനസ്സും വയറും ഒരുപോലെ നിറക്കുന്ന കാശ്മീരിൻ്റെ സ്പെഷ്യൽ വിഭവമാണ് യഖ്നി. യഖ്നിയുടെ വിശേഷങ്ങളിലേക്കാണ് നമ്മൾ ഇന്ന് പോകുന്നത്. പേര് കേട്ട് പേടി വേണ്ട, ഉണ്ടാക്കാൻ വളരെ എളുപ്പം. നമ്മുടെ യാത്ര തുടങ്ങുന്നത് നല്ല ഫ്രഷ് മട്ടൺ കഷ്ണങ്ങളിൽ നിന്നാണ്. മട്ടൺ കുക്കറിലിട്ട് ഉപ്പ്, മഞ്ഞൾ, ഇഞ്ചി, വെളുത്തുള്ളി, കറിവേപ്പില, 2-3 പച്ചമുളക് കൂടി ഇടാൻ തോന്നുന്നില്ലേ? നമ്മൾ കേരളീയരായതുകൊണ്ടാണ്. എരിവിട്ട് നാക്കും മൂക്കും പുകയ്ക്കാതെ നമുക്ക് എന്ത് കറി. സാധാരണയായി യഖ്നിയിൽ എരിവിനായി പച്ചമുളകോ ചുവന്ന മുളകോ ചേർക്കാറില്ല. നിങ്ങൾക്ക് നിർബന്ധമാണെങ്കിൽ 1-2 പച്ചമുളകും ചതച്ച കുരുമുളകും ചേർത്തോളൂ. ഇത്രയും ഇട്ട് മാംസം മൃദുവായി വേവിച്ചെടുക്കുന്നു. യഖ്നിയുടെ പാചകത്തിലെ 2ാം ഘട്ടം. ഒരു വലിയ പാത്രത്തിൽ നല്ല കട്ട തൈരെടുത്ത് അടിച്ചെടുക്കണം. തൈര് പദം വരുത്തുമ്പോൾ ഒരു മുട്ട കൂടി ചേർത്തേക്കുക. ഇതിലേക്ക് നമ്മുടെ മാന്ത്രിക മസാലകളുടെ മിശ്രണം, ഏലക്ക, ഗ്രാമ്പു, കറുവപ്പട്ട. തൈരിലേക്ക് അല്പം ജിഞ്ചർ പൗഡറും കൂടി ചേർക്കാമെങ്കിൽ ഭേഷായി. നേരത്തെ തയ്യാറാക്കി വെച്ച തൈര് മിശ്രിതം ചെറിയ തീയിൽ ചൂടാക്കിക്കൊണ്ടിരിക്കുക. തീ കൂടരുത്, തൈര് തെറ്റിപ്പിരിഞ്ഞു പോകും. തൈരിൻ്റെയും മസാലകളുടെയും സമ്മിശ്ര ഗന്ധം ഇപ്പോൾ വന്നു തുടങ്ങി. അതിനിടെ ഈ പരമ്പരാഗത കാശ്മീരി അടുക്കളയുടെ എല്ലാ മൂലകളിലേക്കും ഒന്ന് മെല്ലെ കണ്ണോടിക്കാം. തൈര് ചൂടാകുമ്പോൾ നേരത്തെ കുക്കറിൽ വേവിച്ച് വെച്ച മട്ടൺ, അതിൻ്റെ ഗ്രേവി അടക്കം തൈരിലേക്ക് പകരുക. തിളക്കുന്നതുവരെ ഇളക്കിക്കൊണ്ടേയിരിക്കുക. തിളച്ചാൽ യഖ്നി കുറുകി ഒരു സുന്ദരിയാകുന്നതുവരെ വളരെ ചെറിയ തീയിൽ വീണ്ടും ഇളക്കുക. ഇനി വലിയ കസർത്തുകളൊന്നും വേണ്ട. തീ ഓഫാക്കുക. അല്പം നെയ്യ് ചൂടാക്കി അതിലേക്ക് ജീരകം പൊട്ടിച്ച് യഖ്നിയുടെ മുകളിലേക്ക് അഭിഷേകം ചെയ്യുക. യഖ്നി വിളമ്പുന്നതിന് മുൻപ് പുതിന ഇലയും വറുത്ത സവാളയും ചേർക്കുന്നത് നല്ലതാണ്. ചോറ്, റൊട്ടി, നാൻ തുടങ്ങിയവയുടെ എല്ലാം കൂടെ ഇത് ചേർത്ത് കഴിക്കാം. യഖ്നിയുടെ ഗ്രേവിയിൽ ബസ്മതി ഇട്ട് പാകം ചെയ്യുന്ന യഖ്നി പുലാവ് കാശ്മീരിൽ പ്രശസ്തമാണ്.